നാളത്തെ ചോദ്യപേപ്പർ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പറയാൻ വേണ്ടിയിട്ട് നിഹാൽ സാർ ഇപ്പോൾ വന്നത്. ടോപ്പിക് മറ്റൊന്നുമല്ല, നമ്മുടെ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതി 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കുക എന്താണ് ശരിക്കും 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. പഞ്ചായത്തി രാജ്, അതായത് പഞ്ചായത്തി രാജ് സംവിധാനം വന്നുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ഏതാ 3 നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോ. 73 അപ്പൊ ഇത് 3 ടയർ സിസ്റ്റമാണ് എവിടെ കൊണ്ടുവന്നത് 73ാമത്തെ ഭരണഘടന അമെൻമെന്റിൽ കൊണ്ടുവന്നു. 3 ടയറിൽ എന്തൊക്കെ ഉണ്ടോ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ. നമുക്ക് അവിടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ രീതിയിലേക്ക് 3 സംവിധാനമായിട്ട് ഭരണഘടനയുടെ എന്താണ് ഒരു പവറോട് കൂടി നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയൊരു ശക്തി, ഒരു പവർ നൽകുകയാണ് എന്താ 73ാമത്തെ ഭേദഗതി. അതിൽ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഗ്രാമസഭ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ 3 ടയർ സഭ. ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം 74ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട 74ാം ഭരണഘടനാ ഭേദഗതി പിന്നെ നഗരപാലിക സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നഗരപാലിക സംവിധാനമാണ്. ഇവിടെ 2 തരം നഗരസഭകൾ ഇല്ലേ, 2 ടയർ സിസ്റ്റം ഉണ്ടായിരിക്കും. 2 ടയർ സിസ്റ്റമാണ്. അതായത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എന്താണ് കോർപ്പറേഷൻ, ആ രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. എന്താണ് വ്യത്യാസം? ഭരണകാലാവധി 5 വർഷമാണ്, ഇവിടെയും 5 വർഷമാണ്. അതിൽ പട്ടികവർഗ സംവരണമുണ്ട്, ഇവിടെയും സംവരണമുണ്ട്. വനിതാ സംവരണമുണ്ട്, ഇവിടെയും വനിതാ സംവരണമുണ്ട്. തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നിർവഹിക്കുക. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ഇവിടെയും 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ്. അധികാരം സാധാരണക്കാർക്ക്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരം എത്തുന്നതാണ്. ആ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ, ഇതിനൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ച 2 ഭരണഘടനാ ഭേദഗതികളാണ് 73ാമത്തെയും 74ാമത്തേതും. ഓക്കെ, ബാക്കി നമ്മൾ ഡീറ്റെയിൽ ലൈവിൽ ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ അടുത്ത വർഷത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. ഉഷാറാക്കി നമ്മൾ അടുത്ത വർഷം പഠിക്കും ആൻഡ് ഈ വർഷം എക്സാമുകൾ ഈസി ആക്കി മാറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.